ഗാമിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അന്ന് അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ നുഴഞ്ഞു കയറുകയും അവിടെ എത്തിയ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ വന്ന് കൊലപ്പെടുത്തുകയും അതിനുശേഷം എന്ത് ചെയ്തു, അവർ ഈ പറയുന്ന രീതിയിലേക്ക് തിരികെ പോവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ, അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. അപ്പോൾ രാജ്യത്തെ എനിക്ക് തോന്നുന്നു ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ദുരന്തത്തിൽ മരണമടഞ്ഞ ഒരു മലയാളി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടാണ് ഒരു സംഘടിതമായിട്ടുള്ള പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന മലയാളികളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ രീതിയിൽ എന്തൊക്കെയാണ് ആ കമൻറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്. അച്ഛൻ മരിച്ചിട്ട് എന്തില്ലേ, നിങ്ങൾക്ക് വിഷമമില്ലേ? അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് ഒരുങ്ങി നിന്നാണോ നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്? അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത്? അതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റൊരു കമൻ്റാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ നമുക്കൊരു പുകമറയാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ആ പെൺകുട്ടി ചെയ്യുന്നു, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു, ഭീകരവാദികൾ തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം താൻ ഉൾപ്പെടുന്ന സംഘത്തെ അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി യുവാക്കളായിട്ടുള്ള 2 പേർ ചെയ്തു, വളരെ സഹോദരന്മാരെ പോലെ ചേർത്തു നിർത്തി രക്ഷപ്പെടുത്തുവാൻ വേണ്ടി രക്ഷാപ്രവർത്തനം. അതായത് ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് വാഹനമൊന്നും എത്തുന്ന പ്രദേശമല്ല. സ്വാഭാവികമായിട്ടും കുറേ ദൂരം ചെയ്തേ പറ്റത്തുള്ളൂ. കുതിരപ്പുറത്തുമൊക്കെ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ട്രക്കിംഗ് ആയിട്ടൊക്കെയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ അവരെ വളരെ ചെയ്തു, സമീർ മുസാഫർ എന്ന് പറയുന്ന 2 ആളുകൾ ചെയ്യുന്നു, രക്ഷപ്പെടുത്തുന്നു. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ചെയ്യുന്നത്, നമ്മുടെ ചില മേഖലയിൽ നമ്മൾ പറയത്തില്ല, കുരു പൊട്ടുന്ന പോലെ പറയുന്ന പോലെ ചെയ്തു, ചില ആളുകൾക്കങ്ങ് വല്ലാതെ അസ്വസ്ഥയായി. എന്തിനാണ് ഈ കാശ്മീരികളെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക നമ്മൾ പരസ്യമായിട്ട് തന്നെ പറയും, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആ ചെറുപ്പക്കാരെ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് പരിവേഷം കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രധാനമായിട്ടും സംഘപരിവാർ പ്രൊഫൈലുകളാണ്, അതായത് രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലവന്മാരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് ചെയ്യുന്നത്, ഈ പറയുന്ന കാശ്മീരിൽ ഒരു വിനോദസഞ്ചാരിയായി പോയി ഈ പറയുന്ന ഭീകരവാദികൾ, നമ്മുടെ രാജ്യത്തെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു വന്ന ഭീകരവാദികൾ കൊലപ്പെടുത്തി എല്ലാവരും, അതായത് രാജ്യത്തിന് വലിയ ബാധ്യതയാണ്. കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ബാധ്യതയാണ്, അതായത് ഈ സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ് ഒരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് നേരെ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നേരെയാണ് ഇപ്പോൾ ഉള്ള ചെയ്യുന്നത്, ഉറഞ്ഞു തുള്ളുന്ന ഒരവസ്ഥയാണ്. അത് വളരെ നിരാശാജനകമാണ്. അതായത് അടിയന്തരമായിട്ട് അവർക്കെതിരായിട്ട് നടപടികൾ, അതായത് അതായത് അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ ഇരയാക്കപ്പെട്ട ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള നടപടിയാണ്.